സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ജമ്മു കാശ്മീരിൽ 2500 സൈനികരെ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിലെ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി സൈനികരുടെ നീക്കം വ്യോമമാർഗം ആക്കാൻ CRPF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് അനുമതി തേടിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. സൊമാലിയയിലെ സൈന്യത്തിനു നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത ജെയ്ഷെ ഭീകരരുടെ ഒരു ട്വിറ്റർ അക്കൗണ്ട് കഴിഞ്ഞയാഴ്ച ജമ്മു കാശ്മീർ പോലീസുമായി ബന്ധപ്പെട്ട ഏജൻസിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനമായ രീതിയിലാണ് പുൽവാമയിലും ആക്രമണം ഉണ്ടായത്. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് 13 പേരെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യ സൂത്രധാരൻ കമ്രാൻ എന്ന് അറിയപ്പെടുന്ന ജെയ്ഷെ ഭീകരൻ അബ്ദുൾ റഷീദ് ഗാസിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. അഫ്ഗാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള കമ്രാൻ കഴിഞ്ഞ ഡിസംബറിൽ മറ്റ് 2 ഭീകരർക്കൊപ്പമാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്നാണ് പോലീസിനുള്ള വിവരം. ഭീകരർ സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് RDX ആണെന്ന് NIA സംഘം കണ്ടെത്തി. 150 കിലോയോളം സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ബോംബ് നിർമ്മിച്ചത് വൈദഗ്ധ്യം ഇല്ലാത്ത ആളാണെന്നാണ് സ്ഫോടക വിദഗ്ധരുടെ നിഗമനം. ഒരു മാരുതി ഈക്കോ കാറിന്റെ അവശിഷ്ടങ്ങളും സ്ഫോടക സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗവർണർ സത്യപാൽ മാലിക് ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്ന് സംഘർഷ സാധ്യത കണ്ടാൽ കടുത്ത നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. അതേസമയം ഭീകരർക്ക് തക്കതായ തിരിച്ചടി നൽകാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.